വീണ്ടും കോപ്പ രാജാക്കന്മാരായി അർജന്റീന 27 മത്സരങ്ങളായി തോൽവിയറിയാതെ മുന്നേറിക്കൊണ്ടിരുന്ന കൊളംബിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് അർജന്റീന തുടർച്ചയായ രണ്ടാം കോപ്പ കിരീടം സ്വന്തമാക്കിയത്. നിശ്ചിത സമയം കഴിഞ്ഞ് കളി എക്സ്ട്രാ ടൈമിലേക്ക് കടന്നപ്പോൾ അർജന്റീനയുടെ പ്രതീക്ഷ എമിയിലായിരുന്നു. എന്നാൽ അത് വേണ്ടി വന്നില്ല. എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതിയിൽ പകരക്കാരനായി ഇറങ്ങിയ ലൗട്രോ മാർട്ടിനസ് അർജന്റീനയുടെ വിജയ ഗോൾ നേടി. കളിയിലുടനീളം കൊളംബിയ നിറഞ്ഞു നിന്നെങ്കിലും അർജന്റീന താരങ്ങളുടെ ഒത്തൊരുമയിൽ കൊളംബിയ വീഴുകയായിരുന്നു. കളിയുടെ രണ്ടാം പകുതിയിൽ സൂപ്പർ താരം ലയണൽ മെസ്സി ഇഞ്ചുറി പറ്റി കളിക്കളം വിട്ടപ്പോഴും അർജന്റീന താരങ്ങൾ പതറിയില്ല. സ്കലോനിയും അർജന്റീന താരങ്ങളും അധ്വാനിച്ചെടുത്ത വിജയമാണ് ഇത്. കഴിഞ്ഞ കോപ്പയിൽ മെസ്സിക്ക് വേണ്ടി അവർ കളിച്ചപ്പോൾ ഇത്തവണ അത് പടിയിറങ്ങുന്ന ഏഞ്ചൽ ഡിമേരിക്ക് വേണ്ടിയായിരുന്നു. ഫൈനലിസ്മോ ഉൾപ്പെടെ തുടർച്ചയായ 4 കിരീടങ്ങളാണ് അർജന്റീന നേടിയത്. സ്കലോനിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ എല്ലാ ടീമുകളും അടിയറവ് പറയുകയായിരുന്നു. ഇതിനു മുമ്പ് കൊളംബിയ അവസാനമായി തോറ്റതും അർജന്റീനയുടെ മുന്നിലായിരുന്നു. അതിനുശേഷം 27 മത്സരങ്ങളായി തോൽവിയറിയാതെ മുന്നേറിയ കൊളംബിയയെ മുട്ടുകുത്തിച്ചാണ് അർജന്റീന കിരീടം സ്വന്തമാക്കിയത്. കൊളംബിയൻ താരം ജെയിംസ് റോഡ്രിഗസിന്റെയും അവസാന കോപ്പയായിരുന്നു ഇത്. കിരീടം നേടാൻ സാധിച്ചില്ലെങ്കിലും 6 അസിസ്റ്റും 1 ഗോളുമായി ടൂർണമെന്റിലെ മികച്ച താരമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ വേൾഡ് കപ്പോടെ അർജന്റീന കിരീടവേട്ട അവസാനിപ്പിച്ചെന്ന് കരുതിയവർക്കുള്ള മറുപടിയായിരുന്നു ഈ കിരീടം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.